2016 ക്യൂബയിലെ ഹവാനയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് പെട്ടെന്ന് കടുത്ത തലവേദന ബാധിച്ചു. തുടർന്ന് ഈ തലവേദന കൊണ്ടെത്തിച്ചത് ബോധക്കേടിലേക്കും തലകറക്കത്തിലേക്കും ഓർമ്മക്കുറവിലേക്കുമായിരുന്നു. പിന്നീട് ഈ അവസ്ഥ ലോകത്ത് പലയിടങ്ങളിലുമുള്ള അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും മാത്രം ബാധിക്കുന്ന തരത്തിൽ ഒരു ദുരൂഹ രോഗമായി മാറി. ചൈന, റഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും പിന്നീട് ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രോഗം തീർത്തും സാധാരണമെന്നായിരുന്നു വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ നയതന്ത്രജ്ഞർക്ക് പുറമെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ടു തുടങ്ങി. തുടർന്ന് രോഗം ബയോവെപ്പൺ ആണോ എന്ന നിലയിലുള്ള സംശയങ്ങളും ഉയർന്നു വന്നു. തീർത്തും നിഗൂഢമായ ഈ രോഗത്തിന് നൽകിയ പേര് ഹവാന സിൻഡ്രോം എന്നായിരുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ മാത്രം കാണപ്പെടുന്ന ഈ അപൂർവ രോഗത്തിന്റെ ഉറവിടം അറിയാൻ ആരോഗ്യ സംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും മറ്റും നിരവധി ഏജൻസികൾ പരിശ്രമം തുടങ്ങി. മാത്രമല്ല, അപൂർവ രോഗം കണ്ട് പിടിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്കും ആവശ്യമാണ്. പക്ഷേ ആർക്കും രോഗത്തിന്റെ ഉറവിടം എന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അവർ എത്തിച്ചേർന്ന നിഗമനം വിഷരാസ വസ്തുക്കളോ പകർച്ചവ്യാധികളോ കാരണമായ അണുക്കളോ അല്ല രോഗത്തിന് കാരണമെന്നായിരുന്നു. ആദ്യത്തെ അന്വേഷണം പ്രധാനമായും നടത്തുന്നത് അജ്ഞാതമായ സോണിക് ഉപകരണങ്ങളെ കേന്ദ്രീകരിച്ചാണ്. രോഗബാധ തുടർന്ന് അന്ന് തന്നെ നിരവധി ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും അതുപോലെ ഉദ്യോഗസ്ഥരുടെ യാത്രകൾക്ക് അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ അപൂർവ രോഗത്തിനെ പറ്റി സൂചനയൊന്നും കിട്ടിയില്ല. ഇപ്പോഴും അന്വേഷണങ്ങൾ കാര്യമായി പുരോഗമിക്കുകയാണ്. ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ രോഗബാധയ്ക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ലെന്ന തരത്തിലായിരുന്നു. ഏറ്റവും പുതിയ നിരീക്ഷണം എന്നത് ഏതെങ്കിലും ശത്രുരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി കടത്തിവിട്ട ആയുധമായിരിക്കുമെന്ന് 7 ചാരൽ ഏജൻസികളുടെ മുൻപ് വന്ന റിപ്പോർട്ടിനെ തള്ളുന്നതാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ഈ കാര്യം തെളിയിക്കുന്നതിനായുള്ള നിർണായക തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇന്റലിജൻസ് വിഭാഗം പ്രധാനമായും വെളിപ്പെടുത്തുന്നത്. ഏജൻസികളുടെ കണ്ടെത്തലിനെ കുറിച്ച് ഭിന്ന അഭിപ്രായം ഉയർന്നു വന്നതോടെ ഇരകളുടെ കാര്യത്തിൽ വീണ്ടും സംശയങ്ങൾ ഉയരുകയാണ്. മാത്രമല്ല, അമേരിക്കൻ ഉദ്യോഗസ്ഥർ നിഗൂഢമായ മെഡിക്കൽ ലക്ഷണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരു സൂക്ഷ്മമായ കാഴ്ചപ്പാട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. വിദേശ ഇടപെടലിന്റെ സാധ്യതയിലാണ് പല അന്വേഷണ ഏജൻസികളും എത്തിച്ചേർന്നത്. എന്നാൽ 2 ഏജൻസികൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. രോഗം ബാധിച്ചവരുടെ എല്ലാം എണ്ണവും ആർക്കൊക്കെയാണ് രോഗം പ്രധാനമായും പിടികൂടിയതെന്നും തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിഗൂഢ ലക്ഷ്യത്തെ മുൻകണ്ട് ശത്രുക്കൾ വൈറസിനെയോ മറ്റായുധമായി ഉപയോഗിച്ചതാകാമെന്ന വിലയിരുത്തൽ ചില ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു ഇന്റലിജൻസ് ഏജൻസി അത്തരമൊരു വിദേശ ശക്തി രോഗബാധയ്ക്ക് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് വെളിപ്പെടുത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ 2 റിപ്പോർട്ടുകളും വിദേശ ശക്തികൾ രോഗത്തെ ആയുധമായി പ്രയോഗിക്കാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്ന് പറയാം. തങ്ങളുടെ മെഡിക്കൽ കേസുകൾ തുടക്കം മുതലേ അവഗണിക്കപ്പെടുന്നുവെന്നും ഉദ്യോഗസ്ഥർക്കിടയിൽ രോഗം പടർന്നു പിടിക്കുന്നതിന് പിന്നിൽ ഒരു വിദേശ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകാമെന്ന സംശയവും തള്ളിക്കളഞ്ഞുവെന്നുമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉയർത്തുന്ന പ്രധാന ആരോപണം. ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഹവാന ഈ രോഗം കൂടുതൽ ചർച്ചയാക്കുന്നത്. ഈ അപൂർവ രോഗത്തെ സംബന്ധിച്ച് ചില രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുമ്പത്തെ കണ്ടെത്തലുകളിൽ മാറ്റം വരുത്തിയതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, രോഗബാധിതർ ഇപ്പോഴും ഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമയബന്ധിതമായ വൈദ്യസഹായവും ദീർഘകാല ക്ലിനിക്കൽ ഫോളോ അപ്പ് എന്നിവയും അവർക്ക് നിലവിൽ കാര്യമായി ആവശ്യമുണ്ട്. തുടർ ഗവേഷണങ്ങൾ, അന്വേഷണങ്ങൾ, ബാധിതർക്കുള്ള പരിചരണങ്ങൾ എന്നീ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റ് ശ്രദ്ധ നൽകാതെ അവരെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തവുമാണ്. തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഇരകൾക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയുണ്ടായി. ദേശീയ സുരക്ഷാ കൗൺസിലെ ഉദ്യോഗസ്ഥരും സർക്കാർ വകുപ്പുകളും നിയമനിർമ്മാതാക്കളും ചില ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഉദ്യോഗസ്ഥരും എന്നിങ്ങനെ തുടങ്ങി ഇവർക്കിടയിൽ ഭിന്നതയ്ക്ക് കാരണമെന്ന് ഹവാന സിൻഡ്രോമിന്റെ ഇരകൾ പ്രധാനമായും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ വിഭജനം പ്രധാനമായും ഉണ്ടാകുന്നത് ആരോഗ്യ മേഖലയിലെ ദുരൂഹമായ സംഭവങ്ങളുടെ കാരണത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഹവാനയുടെ ഇരകളെയാണ്. രോഗബാധിതരായ ഉദ്യോഗസ്ഥരിൽ പലരും പ്രധാനമായും വിശ്വസിക്കുന്നത് ഹവാനയ്ക്ക് പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ടെന്നാണ്. അതിനാൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കൊന്നും ചെയ്യാനാകില്ലെന്നും അവർ പറയുന്നുണ്ട്. ഹവാന സിൻഡ്രോം എന്ന് വിളിക്കുന്ന നിഗൂഢമായ ഈ ആരോഗ്യ പ്രതിഭാസം അന്വേഷിക്കുന്നതിൽ ദേശീയ സുരക്ഷാ കൗൺസിൽ യഥാർത്ഥത്തിൽ കാര്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതും വളരെ ആശ്വാസകരമായ കാര്യമാണ്. CIA-യിൽ നിന്നും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും എതിർപ്പുകൾ കാര്യമായി ഉയർന്നു വന്നിരുന്നു. NSC ഗവേഷണ അന്വേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ശാരീരികമായിട്ടുള്ള അവശതകൾ മാത്രമല്ല, പല ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ പേരിൽ പിരിച്ചുവിടലും നേരിടുകയുണ്ടായി. ഇവർക്ക് ഉത്തരം നൽകുവാനായി NSCക്ക് കഴിഞ്ഞേക്കാം. റിപ്പബ്ലിക്കന്മാർ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമായും ഡിസംബറിൽ അമേരിക്കയിൽ നടന്ന ഇന്റലിജൻസ് കമ്മിറ്റിയിൽ കമ്മ്യൂണിറ്റിയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നാണ്.
സത്യസന്ധമായ റിപ്പോർട്ടുകളല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റി പുറത്തുവിട്ടതെന്നും ഇത് ഇരകളോടുള്ള ബൈഡൻ ഭരണകൂടം കാണിക്കുന്ന അനീതിയാണെന്ന തരത്തിൽ ശക്തമായ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നത്. ചുരുക്കം പറഞ്ഞാൽ ഹവാനയ്ക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ ഏജൻസികളുടെ ഭിന്നത യഥാർത്ഥത്തിൽ രാജ്യസുരക്ഷയ്ക്കും ഇരകൾക്ക് വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത്. ആദ്യ ഹവാന സിൻഡ്രോമിന്റെ കണ്ടെത്തലിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ഈ അവസ്ഥ ഇപ്പോഴും തീർത്തും ദുരൂഹമായി തുടരുകയാണ്.